നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യത്തിൽ എന്താ നടന്നെന്ന് ഞാൻ പറയാം. ഇന്ന് ദേവമ്മ വന്നിരുന്നു. അല്ല, ഗായത്രിയമ്മ വന്നെന്നോ? ആരും അറിഞ്ഞില്ലെന്നല്ലേ എല്ലാരും പറഞ്ഞത്? ആത്മാനന്ദ സ്വാമികളും വന്നില്ലെന്നല്ലേ പറഞ്ഞത്? പാർവതി പോലും വിശാൽ ബ്രോയുടെ തലയിൽ കൈവച്ച് ഗായത്രിയമ്മ വന്നതായി സത്യം ചെയ്തില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഗായത്രിയമ്മ വന്നെന്ന് പാർവതി ഇപ്പൊ പറയുന്നത്? മോളെ, നീ പറയുന്നത് സത്യമാണോ? ഗായത്രി അമ്മയെ മോക്ക് കാണാൻ കഴിയോ? പക്ഷേ ഗായത്രി അമ്മയെ ആരും കണ്ടില്ലെന്നല്ലേ ഇവിടെ എല്ലാരും പറഞ്ഞത്? അതെ മുത്തശ്ശ, ദേവമ്മ വന്നിരുന്നു. പക്ഷെ വീടിന്റെ പുറത്ത് മാത്രമേ വന്നുള്ളൂ, അകത്തേക്ക് വന്നില്ല. അകത്ത് വന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനാ ദേവമ്മയെ അകത്ത് കയറാൻ സമ്മതിക്കാത്തത്. മോളാണോ അവരെ തടഞ്ഞത്? ഗായത്രി അമ്മ വന്നില്ല എന്ന് പറഞ്ഞല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്? വന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ദേവമ്മ അകത്ത് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു മുത്തശ്ശ. ആ സ്വാമികൾ ദേവമ്മയെ ബന്ധിക്കുമായിരുന്നു. അങ്ങനെ ബന്ധിച്ചിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് ദേവമ്മയെ കാണാൻ കഴിയില്ലായിരുന്നു. ഈ വീട്ടിലുള്ളവർ മരിച്ചവരെ പോലും വെറുതെ വിടില്ല. വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇങ്ങനെ മനുഷ്യരുണ്ടാവോ? മോളെ പാർവതി, നീ പറയുന്നതൊക്കെ സത്യമാണോ? എനിക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദേവമ്മ എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി സഹായിക്കുന്നതായി ഈ വീട്ടിലെ ചിലർ വിശ്വസിക്കുന്നുണ്ട്. ദേവമ്മയെ ബന്ധിച്ച പിന്നെ ഈ വീട്ടിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കും. അത് മനസ്സിലാക്കിയവരാ എന്നെ വെച്ച് ദേവമ്മയെ ബന്ധിക്കാൻ പദ്ധതികൾ ഒരുക്കിയത്. അതുകൊണ്ടാ ഞാൻ ഉദയന്നൂരമ്മയുടെ കുങ്കുമം വെച്ച് ഒരു വരയിട്ട് ദേവമ്മയെ തടഞ്ഞത്. അതാണല്ലേ ഞാൻ പുറത്തു കണ്ട കുങ്കുമപ്പൊടി. ഇപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. പാർവതി, നീ എത്ര വലിയ ത്യാഗമാ ചെയ്തിരിക്കുന്നേ. നീ ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയും അപമാനങ്ങൾ സഹിച്ച് പരിഹാസങ്ങളും സഹിച്ച് വേദനിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിന്റെ ഭർത്താവ് പോലും ഗായത്രിയമ്മയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അത് നടക്കാത്തതുകൊണ്ടാ അദ്ദേഹവും നിന്റെ മേൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ന്യായമാണ് മുത്തശ്ശ. പക്ഷെ ഞാൻ ഇത്തവണ വിശാൽ സാറിന് ദേവമ്മയെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും എത്ര ആഗ്രഹിച്ചാലും വിശാൽ സാറിന് മാത്രമല്ല എനിക്കും ദേവമ്മയെ കാണാൻ കഴിയില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.